അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ ലങ്കാവിവരണം, യുദ്ധത്തിനുള്ള യാത്ര, രാവണന്റെ ആലോചന തുടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്ത തോർക്കും വിധൗ, ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനായത ശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാതാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോടുമുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം. വഹ്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലിവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കൽ ആരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയ സത്വരം സേതുബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തന്യതമിത്രഗോത്പുത്രോക്തികളിദ്ധമാകർണ്യകാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായുസംഭവനോടു ചോദിച്ചരുളിയിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്ന അത്യുന്നതമതിന്മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കിലുമുണ്ടതിശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ അതിനുള്ളിലായി പൊങ്ങും മതിലുകളേഴുമുണ്ടൊരുപോലെ. ഏഴിനും 4 ഗോപുര പത്നിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പത്നിയും. അണ്ടർകോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതിശക്തരായുണ്ടോരു കോടി നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിലർത്ഥമുണ്ട ഉഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരിജിതാലങ്കാരഭേദമാതങ്കപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരക്തമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും.
കേട്ടു വിട വഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ അയക്കടയാളപ്പെടുത്തതു വല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവാൻ. സ്നേഹവാസസാ പുച്ഛാ പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടു പൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നു മുടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടും ഇനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹത് പ്രസ്ഥാനമാശു ഗുരു വിക്രമം. സഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാപഹം. ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന ഹുങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരംപുരുഷാ പ്രഭോ. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോ ക്ഷമാം മൂലം ഹതിപ്രദം. ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗം ഇരുഭാഗവും പിമ്പടയും പരിപാലിച്ചു കൊള്ളുവാൻ. വമ്പരാം വാനരന്മാരെ നിയോഗിക്ക പ്രമാധി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിമ്പേ സുമിത്രാത്മജനങ്കതോപരി. സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിവിന്ദനും. പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും. കൂടിപ്പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നോരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും. ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൊക്കു മഹേന്ദ്രാജലാന്തികേ മേവിനാർ. മാരുതി തന്നുടെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ഠമാർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരുധി തിന്നുടെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു. വാരാന്നിധിയെ കടപ്പാനുപായവും വീരയായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം.
സേനാധിപന്മാർ കുശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാർ പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഖ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗാഠ്യമഗാധമി ഇതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായ കവികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കൽമജിതികളായ കവികളും വാരാന്നിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ സദാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പൊക്കിരുന്നിടിനാൻ ആതിഥേയാ സുരേന്ദ്രാദികൾക്കു മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലയല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോടു വന്ന കമ്പുക്കോരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞോരു ദീനത കൂടാതഴിച്ചാനുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തോരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധിതൻ ഉത്തരതീരെ മരുകുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിക്ക കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും യുദ്ധം ത്രിവിധമായുള്ള വിചാരങ്ങളും സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറപ്പിച്ചു കൽപ്പിതമുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്ന കൈമത്യമായേവരും ഉള്ളിലുറപ്പിച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ളതു മന്ത്രമതന്നിയെ ചിത്താഭിമേന താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാ കാലുഷ്യചേതസാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോന്നധം അധമമതത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചിതു മാനസേ മർത്യനാം രാമങ്കൽ നിന്നു ഭയം തപ ചിത്തേ ഭവിച്ചിതുമെത്രയും അത്ഭുതം വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം വിശ്രുതമായോരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥനു തോർക്ക നീ വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരേ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചിതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ പിന്നമയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോധവ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസ ശൈലമിളക്കി
എടുത്തുടൻ ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ, മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലം ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമൊരാമയമെന്നിയേ പോയിക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടി നിന്നിനി ഞങ്ങളിലേഖന മാനസേ കൽപ്പിച്ചിതയ്ക്കുന്നതെന്നാകിലോ. മാനുഷജാതികളില്ല ലോകത്തിൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും. എത്രയും പാരമിളപ്പം നമുക്കതും ഉൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നക്തഞ്ചരപരിധം പറഞ്ഞളവുൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.